ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാം എന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആപ്ലിക്കേഷൻ പരിചയപ്പെടുകയുണ്ടായി. അത് ഒന്നുകൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. ആദ്യമായി നമ്മൾ പിക്സൽ ലാബ്, അതിലെ മെനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പിക്സൽ ലാബ് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസാണ് ആദ്യം നമ്മളിലേക്ക് വരിക. എന്നിട്ട് ന്യൂ ടെക്സ്റ്റ് ഉണ്ടാവും. ഈ ടെക്സ്റ്റിൽ നമ്മൾക്ക് എന്താ ആവശ്യമുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഡിലീറ്റ് ബട്ടണും ഉണ്ട്. ശേഷം ടെക്സ്റ്റ് ഇതുപോലത്തെ ഓപ്ഷൻ വരും. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ അവിടെ കൊടുക്കുക. ശേഷം കുറേ സ്റ്റിക്കറുടെ കളക്ഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. ശേഷം കുറേ ഷേപ്പുകളുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകളോ അതുപോലെ ലോഗോസോ ഗാലറികളിൽ നിന്നും എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇഷ്ടമുള്ള ഫോൾഡറിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് അത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ശേഷം ഇനി നമ്മൾ ഒരു മോഡൽ തയ്യാറാക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു മോഡൽ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏതിൽ ഫിച്ചറോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണെങ്കിൽ നമുക്കാകാം. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്ത് പഠിക്കുന്നത്. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തിട്ട് ഏതിൽ ഫിച്ചർ .png എന്ന് നമ്മൾ കൊടുക്കുക. ശേഷം സെർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് കുറേ PNG ആയിട്ടുള്ളത് കിട്ടും, ഇമേജുകൾ. PNGൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട കണ്ടൻറ്റ് മാത്രമായിട്ട് ലഭിക്കും എന്നാണ്. അപ്പോൾ ഇത് മുബാറക്ക് എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ ഒന്ന് പ്രസ് പിടിച്ചിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആവശ്യമുള്ള ഇമേജുകളെല്ലാം ഡൗൺലോഡ് ചെയ്യണം. ശേഷം നമ്മൾ വീണ്ടും പിക്സൽ ലാബിലേക്ക് വരുന്നു. ശേഷം പ്ലസ് എന്നുള്ള ആ ബട്ടണിൽ ഫ്രം ഗാലറി. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടേക്ക് ഇമ്പോർട്ട് ആയത് നമ്മൾ കാണും. ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ മെനു ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കളറൊന്ന് ചേഞ്ച് ആക്കിയാൽ എളുപ്പമായി. ഇനി ശേഷം ഇതിലേക്ക് മലയാളം ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FML എന്നുള്ള കോഡ് FML എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി മുൻകൂട്ടി ഞാനിവിടെ ഫോണിലെ നോട്ടിൽ എഴുതി വച്ചിട്ടുള്ള ഒരു മാറ്റർ കോപ്പി ചെയ്യാം. ശേഷം കോഡ് FML എന്നിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ്. ഇവിടെ ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെ. ഇനി ഗെറ്റ് FML എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഇതുപോലെ നമുക്ക് FML ഫോണ്ടായിട്ട് ഇത് ലഭിക്കും. ഇനി ഇതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ പിക്സൽ ലാബിൽ ആഡ് ടെക്സ്റ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ FMLൻ്റെ ഫോണ്ടിലാണിത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ്
ഈ എ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് എന്നുള്ളത് തിരഞ്ഞെടുത്ത് അതിൽ ധാരാളം ഫോണ്ടുകൾ കാണും, പക്ഷേ മലയാളം ഫോണ്ടുകളില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഫോണ്ടുകൾ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡറിലേക്ക് ഇടണം. ആ ഫോൾഡർ മൈ ഫോൺസ് എന്നുള്ളതിൽ നമ്മൾ എന്താണ് ഈ ഫോൾഡർ ഉണ്ടോ പ്ലസ് ഫോൾഡർ, ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോണ്ട് എന്നുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടിലേക്ക് വരുന്ന വിധത്തിൽ അത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ധാരാളം ഫോണ്ടുകൾ നമുക്ക് പുതുതായിട്ട് ഇവിടെ മൈ ഫോണ്ടിൽ കാണാൻ സാധിക്കും. ഇനി നോക്കിക്കേ, ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം നല്ല രീതിയിൽ ആ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം. വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടെക്സ്റ്റിൻ്റെ മുഴുവൻ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിലുണ്ട്. 3D അതുപോലെ എല്ലാം ഇതിലുണ്ട്. കളറ് മാറ്റാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ടൈം എടുത്ത് ചെയ്താൽ നല്ലൊരു പോസ്റ്ററാക്കി ഇത് മാറ്റാം. ഇത് ബേസിക് പറഞ്ഞു തരുന്നുള്ളൂ. ഇനി ഫ്രം ഗാലറിയിൽ നിന്ന് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പള്ളിയുടെ ഫോട്ടോ ആണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വൈറ്റ് ഉണ്ട്. വൈറ്റായിട്ട് മറ്റുള്ളവയെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ അതിനേക്കാളും നല്ലത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആ വൈറ്റിനെ കളയാനാണ്. അതുകൊണ്ട് ഈ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എറേസ് കളർ എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എനേബിൾഡ് കൊടുത്താൽ ആ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി പോയതായിട്ട് നമുക്ക് കാണാം. ഇനി അത് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ളവ കൂടി ഇളകുന്നൊരു പ്രശ്നം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെന്താണ് ഇവിടെ ലെയർ ഉണ്ട്. ലെയറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ലെയറിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കെന്താണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ളവയൊക്കെ ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈദ് മുബാറക്ക് എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലോക്ക് മറ്റുള്ളവയൊക്കെ ചെയ്താൽ ഇതൊന്നും സ്ഥാനം മാറുന്ന പ്രശ്നമില്ല. ഇത് മാത്രം നമുക്കെന്താണ് ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ലെയർ പോയിട്ട് അത് ലോക്കിൽ നിന്നും അൺലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഫോണ്ടല്ല ഇതിന് ഉപയോഗിക്കാൻ നല്ലത്. അതുകൊണ്ട് ഫോണ്ട് ഒന്നുകൂടി മാറ്റുകയാണ്. ഓക്കെ. ശേഷം നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തത് ഇതുപോലെ കൊണ്ടുവരാം. ഇത് സിമ്പിളായിട്ടൊരു വർക്ക് കാണിച്ചു തരികയാണ്. ശേഷം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നുള്ള പ്രാർത്ഥന കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്താൽ ഉഷാറായിരിക്കും. ഇതൊക്കെ മുൻപേ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. കോപ്പി. ഇത് ഡയറക്റ്റ് നമുക്ക്
ഇതിൽ ഫോണ്ട് ഉണ്ടായതുകൊണ്ട് FM പോകേണ്ടതില്ല, മലയാളം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. തക്കബലല്ലാഹു മിന്നാ വമിൻകും. ശേഷം ഫോണ്ടിൽ പോയാൽ പിക്സൽ ലാബിൽ തന്നെ ഉണ്ട് അറബിൻ്റെ നല്ല ഫോണ്ടുകൾ. ഏത് ഫോണ്ടാണ് നമുക്ക് ആവശ്യം അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പോസ്റ്ററിൻ്റെ രൂപമാക്കിയിട്ടുള്ളൂ. നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുക. സ്ട്രോക്ക് വേണമെങ്കിൽ ഒരു എനേബിൾ കൊടുത്തിട്ട് ശേഷം ഒരു ഷാഡോ വേണമെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ എല്ലാം പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തഖ്ബലല്ലാഹു മിന്നാ വമിൻകും ഇത്ര ആവശ്യമില്ല ഈ പോസ്റ്ററിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് സ്ട്രോക്ക് ഞാൻ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് ലോഗോസും അതുപോലെയുള്ളതൊക്കെ ആഡ് ചെയ്യുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ സേവ് ചെയ്യുന്നത് പഠിക്കുകയാണ്. ഇവിടെ സേവിൻ്റെ ചിഹ്നം കാണാം. അതായത് ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ പണ്ടില്ലേ, അതായത് സേവിൻ്റെ സിമ്പിളായിട്ടുള്ള അത് നമ്മൾ സേവ് ആസ് എ പ്രൊജക്റ്റ് ഉണ്ട്, സേവ് ആസ് എ ഇമേജ് ഉണ്ട്. അതിൽ സേവ് ആസ് എ പ്രൊജക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ വീണ്ടും എഡിറ്റിങ് വരുത്തണം എന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളൊരു ഏത് എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഓക്കെ കൊടുക്കുകയാണ്. ഇനി വല്ല എഡിറ്റിങ് വരുത്തണമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എഡിറ്റിങ് വരുത്താൻ സാധിക്കും. ഇനി നമ്മൾ സേവ് ആസ് ഇമേജ്, ഇവിടെ PNG ഉണ്ട്, JPG ഉണ്ട്. JPG കൊടുത്തിട്ട് കസ്റ്റം എന്നുള്ള ഭാഗത്ത് വെരി ഹൈ അല്ലെങ്കിൽ ഏത് സൈസാണെങ്കിൽ നമുക്ക് എടുക്കാം. വെരി ഹൈ കൊടുത്തിട്ട് സേവ് ടു ഗാലറി എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഗാലറിയിൽ ആ ഇമേജ് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് പരിശോധിക്കാം. ഗൂഗിൾ ഫോട്ടോസിൽ ഞാൻ ഗാലറി ഉപയോഗിക്കണതാണ്. കണ്ടോ, പിക്സൽ ലാബ് അതിൽ നല്ലൊരു ഇമേജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി കൂടുതൽ വിശദീകരണമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.